ഇനി പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, അതിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റീകോയിൽ ഓഫ് എ ഗൺ, കാൽക്കുലേറ്റ് ദ recoil velocity of a gun of mass 5 kg firing bullet from mass 25 gram with velocity 400 meter per second. രണ്ട് ഭാഗങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞത് എന്താ റീകോയിൽ ഓഫ് എ ഗൺ എന്ന് പറഞ്ഞാൽ, രണ്ടാമത് ഒരു പ്രോബ്ലമാണ്. അപ്പോൾ എന്താ റീകോയിൽ ഓഫ് എ ഗൺ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. റീകോയിൽ ഓഫ് ഗൺ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. അതായത് ഒരു ബുള്ളറ്റ് ഒരു ഗണ്ണിൽ നിന്ന് ഫയർ ചെയ്യണം. അപ്പോൾ ബുള്ളറ്റ് പോകുന്നത് ഇങ്ങോട്ടാണെങ്കിൽ ഗണ്ണ് പോവുക നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഈ ഗണ്ണിൻ്റെ ഈ പോകുന്ന ഈ വെലോസിറ്റി, ഇതാണ് റീകോയിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റീകോയിൽ ഓഫ് എ ഗൺ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് പ്രൂവ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ബുള്ളറ്റ് പോകുന്ന മൊമെൻറ്റം, ബുള്ളറ്റിനുണ്ടാകുന്ന മൊമെൻറ്റവും ഗണ്ണുണ്ടാകുന്ന മൊമെൻറ്റവും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അത് ഒന്ന് ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈക്വലാണ്, ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ടോട്ടൽ മൊമെൻറ്റം എന്തായിരിക്കും, 0 ആയിരിക്കും. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. പ്രൂഫൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജസ്റ്റ് നോക്കുക. അത് മാത്രം ചോദിക്കാം. ഇവിടെ നമുക്ക് റീകോയിൽ ഓഫ് ഗൺ എന്ന് വെച്ചാൽ എന്താ റീകോയിൽ ഓഫ് ഗൺ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പറഞ്ഞാൽ മതി, ഒരു ഫിഗറും കാണിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ കേസ് നോക്കൂ. ഇവിടെ ഉണ്ടാവും പോസിറ്റീവ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് പോകുന്നത് ഇങ്ങോട്ട് പോസിറ്റീവ്, നെഗറ്റീവ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഗണ്ണ് പോകുന്നത് ഇങ്ങോട്ട് നെഗറ്റീവ് മൊമെൻറ്റം. ഓക്കെ, ഈ രണ്ട് മൊമെൻറ്റും കൂട്ടിയാൽ എന്ത് കിട്ടണം, 0 കിട്ടണം. കാരണം അത് ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ, അപ്പോൾ 0 ആയിരിക്കുമല്ലോ. ഓക്കെ, ഇനി നമുക്കിതിൽ പ്രോബ്ലം ചോദിച്ചിട്ടുള്ളത്, പ്രോബ്ലത്തിൽ കാൽക്കുലേറ്റ് ദ റീകോയിൽ വെലോസിറ്റിയാണ്. എന്ന് വെച്ചാൽ ഈ ഗണ്ണിൻ്റെ വെലോസിറ്റി മെഷർ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഗണ്ണിൻ്റെ വെലോസിറ്റി ഞാൻ എടുക്കുന്നത് വലിയ വിയും ഈ ബുള്ളറ്റിൻ്റെ വെലോസിറ്റിനെ സ്മോൾ വി എന്ന് വിളിച്ചു. അതാണ് എനിക്ക് ഈ വലിയ വി ആണ് കാണേണ്ടത്. അത് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിക്കണം. ഇക്വേഷൻ ഇതാണ്, വി ഈക്വൽ ടു -mv/m. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഇതിൽ ഓരോ സംഭവങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഈ സ്മോൾ എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ബുള്ളറ്റാണ്, ക്യാപിറ്റൽ എം മാസ് ഓഫ് ഗണ്ണ്, സ്മോൾ വി വെലോസിറ്റി ഓഫ് ബുള്ളറ്റ്, വലിയ വി വെലോസിറ്റി ഓഫ് ഗൺ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ ഒരു കുറച്ച് കാര്യം പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ തന്നെയാണ് ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിങ്, ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ഫയറിങ് എന്താണ്, 0 ആണെന്നാണ് പറഞ്ഞത്. കാരണം എന്താണ്, രണ്ട് മൊമെൻറ്റും സെയിം ആണെന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് രണ്ടിൻ്റെയും സം എടുത്താൽ എന്തെങ്കിലും 0 കിട്ടും. കണ്ടോ, അവിടെ നമുക്ക് മൊമെൻറ്റത്തിന് MV ആണ്. അപ്പോൾ MV + MV ഈക്വൽ എന്ത് കിട്ടുന്നുണ്ട്, 0 കിട്ടുന്നുണ്ട്. അതിനാണ് ഇക്വേഷൻ വന്നിട്ടുള്ളത് കേട്ടോ, ഈ വി ഇക്വേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോബ്ലത്തിൽ ഇങ്ങനെ ഡെറിവേഷൻ ഒന്നും വേണ്ട, നിങ്ങൾ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഓരോന്ന് എന്തൊക്കെ തന്നുള്ളൂ അതൊക്കെ എടുത്ത് എഴുതണം. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ക്യാപിറ്റൽ എം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, മാസ് എത്രയാണ്, ഗണ്ണിൻ്റെ മാസ് 5 kg എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എം 5 kg, സ്മോൾ എം 25 ഗ്രാമാണ്. അപ്പോൾ M = 25 ഗ്രാം ബുള്ളറ്റിൻ്റെ. ഇനി വെലോസിറ്റി എന്ന് പറയുന്നത് ബുള്ളറ്റിൻ്റെ വെലോസിറ്റി എത്രയാണ്, 400 മീറ്റർ പെർ സെക്കൻഡ് വന്നിട്ടുണ്ട്. ഗണ്ണിൻ്റെ വെലോസിറ്റി അതായത് ക്യാപിറ്റൽ വി ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് കണ്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ, ക്യാപിറ്റൽ വി എന്ന് പറഞ്ഞാൽ ഗണ്ണിൻ്റെ വെലോസിറ്റി. ഇത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ അറിയോ, VG ഗണ്ണായിട്ടും VB ബുള്ളറ്റാക്കി എടുക്കട്ടോ. അത് നമ്മൾ പഠിച്ചാൽ അങ്ങനെ പഠിച്ചാൽ മതി, എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇനി നോക്കാം. നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ മൈനസ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നോക്കൂ, 20 ഗ്രാം എന്ന് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇവിടെ 20 ഗ്രാം, സോറി 25 ഗ്രാം എന്ന് കൊടുക്കുന്നത്. ഗ്രാമിൽ തന്നു കഴിഞ്ഞാൽ കിലോഗ്രാമിലേക്ക് മാറ്റണം. എന്ത് ചെയ്യുക, അതിനെ 1000 കൊണ്ട് ഹരിച്ചാൽ മതി കേട്ടോ. 25 ഗ്രാമിനെ എന്ത് ചെയ്യണം, 1000 കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആൻസർ കിട്ടി കണ്ടോ. അതായത് കണ്ടോ 0.025 എന്നുണ്ട് അല്ലേ, 0.025 എന്തുകൊണ്ടാണ് വന്നത്, 25/1000 ചെയ്താണ്. അപ്പോൾ എന്ത് കിട്ടും, അതിന് കിലോഗ്രാമിൽ കിട്ടും. എത്രയാണ്, 0.025. പിന്നെ ഇവിടെ മൈനസിൻ്റെ ഇട്ടോ, അതുകൊണ്ടാണ് മൈനസ് വന്നിരിക്കുന്നത്. പിന്നെ ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ 100 ആണ്, ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ 5 kg, 5 kg തന്നെയാണ്. ഇത് ചെയ്ത് നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും. വി എന്ന എത്രയാണ്, 2 ആണ്. പിന്നെ വെലോസിറ്റി യൂണിറ്റ് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് ആയതുകൊണ്ട് അങ്ങനെ എഴുതിയത് മാത്രം. ഓക്കെ, സിമ്പിൾ പ്രോബ്ലമാണ്. ഇത് 3 മാർക്കിന് ഈ പ്രോബ്ലം മാത്രം ചോദിക്കാറുണ്ട്. 3 മാർക്ക് 7 മാർക്കായതുകൊണ്ട് പ്രോബ്ലം ഉണ്ട്. അതിൻ്റെ റീകോയിൽ ഓഫ് ഗൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, രണ്ടും കൂടി എഴുതണം. ഓക്കെ, ഡെഫിനിഷൻ കറക്റ്റ് എഴുതണം കേട്ടോ. ഇത് ഡെഫിനിഷൻ ഫുൾ ഇതിലുണ്ടാവണമെന്നില്ല, നിങ്ങൾ ഡെഫിനിഷൻ പഠിച്ച് എഴുതുക. ഓക്കെ, ഇനി ഒന്നും അറിയില്ലെങ്കിൽ എന്ത് എഴുതുക, വെലോസിറ്റി ഓഫ് എ ഗൺ റീകോയിൽ വെലോസിറ്റി പറഞ്ഞാൽ മനസ്സിലായോ, അത്ര എഴുതിച്ചാൽ മതി. ഇനി അടുത്തൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഈ പ്രോബ്ലം വിശദമായിട്ട് പറയുന്നില്ല, ജസ്റ്റ് ആ പ്രോബ്ലം മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. എക്സ്പ്ലെയിൻ വൈ ദ ഔട്ടർ എഡ്ജ് ഓഫ് ദ റോഡ് ഈസ് റൈസർ എബവ് ദ ഇന്നർ എഡ്ജ് ഓഫ് ദ റോഡ്.
എന്തുകൊണ്ടാണ് റോഡിൻ്റെ ഔട്ടർ എഡ്ജ് കുറച്ച് റൈസ് ചെയ്തിട്ടും ഇന്നർ എഡ്ജ് കുറച്ച് ലോവർ ആയിട്ടും അതായത് പിന്നെ ഒന്ന് താഴ്ന്നിട്ടും കൺസ്ട്രക്ട് ചെയ്യുന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ ഒറ്റെന്നുള്ളൂ, ബാങ്കിങ് ഓഫ് റോഡ്. ഇതിൽ വിളിക്കുന്ന പേരാണെന്ത്, ബാങ്കിങ് ഓഫ് റോഡ്. നമ്മളുള്ള റോഡിൽ വളവിൽ വധിച്ചിട്ടില്ലേ, അതിൻ്റെ മുകൾ ഭാഗം ഉയർന്നിട്ടും താഴ്ഭാഗം ഒന്ന് താഴ്ന്നിട്ടുമായിരിക്കും. ഇന്നർ സൈഡ് താഴ്ന്നിട്ടും ഔട്ടർ സൈഡ് ഒന്ന് ഉയർന്നിട്ടുമായിരിക്കും. അതിൻ്റെ ആ സംഭവത്തിൽ വിളിക്കുന്ന പേരാണെന്ത്, ബാങ്കിങ് ഓഫ് റോഡ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ബാങ്കിങ് ഓഫ് റോഡ്. ഇത്രേ ഉള്ളൂ. മനസ്സിലാവുക? ഫിഗറൊക്കെ വരച്ച് കാണിക്കുക കേട്ടോ, ഫിഗറൊക്കെ വരച്ച് കാണിക്കുക. ഇനി അതിൽ പ്രോബ്ലം സൈഡിലേക്ക് നോക്കാം. ടു വാട്ട് ആംഗിൾ മസ്റ്റ് സർക്കുലർ ട്രാക്ക് ഓഫ് റേഡിയസ് ഓഫ് കർവേച്ചർ 250 meter ബി ബാങ്ക്ഡ് ടു ബി സൂട്ടബിൾ ഫോർ മാക്സിമം സ്പീഡ് ഓഫ് 25 meter/s. അതായത് ആ റോഡിന്, ഇത് റോഡ് അല്ലേ, ഇതൊരു വളഞ്ഞ ആ റോഡാണ്. ഓക്കെ, ആ റോഡിലൂടെ സഞ്ചരിക്കാവുന്ന മാക്സിമം സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 25 meter/s ആകുന്നുണ്ട്. അപ്പോൾ വെലോസിറ്റി ആണത് 25 meter/s ആണ്. ഇനി പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ഇതൊരു കേർവ് ആണെങ്കിൽ സ്വാഭാവികം ഇത് സർക്കിളായി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കേർവിൻ്റെ സർക്കിൾ എന്ന് പറഞ്ഞിട്ട് ഭാഗമില്ല ഈ കേർവ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുണ്ട് നമുക്ക്, 250 meter തന്നിട്ടുണ്ട് കേട്ടോ. 250 meter ഇതിൻ്റെ റേഡിയസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമുക്കറിയാം 250 meter. നമ്മൾ കാണാൻ പറഞ്ഞത് തീറ്റയാണ്, ആംഗിളാണ് കാണാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ചോദിച്ചു നോക്കൂ, എന്താ ചോദിച്ചിട്ടുള്ളത് ആൻസർ, ക്വസ്റ്റ്യൻ എന്താണ്, ടു വാട്ട് ആംഗിൾ എന്ന് വെച്ചാൽ ആംഗിൾ എന്തായിരിക്കും, തീറ്റ ആയിരിക്കും. അപ്പോൾ നമുക്ക് അറിയാം, ബി അറിയാം, തീറ്റ അറിയില്ല. അത് ഇക്വേഷൻ ഇതാണ്, ഇത് നിങ്ങൾ പഠിക്കണം. ബാങ്കിങ് ഓഫ് റോഡ് കണ്ടാൽ ഈ ഇക്വേഷനുകൾ ബൈ ഹാർട്ട് ചെയ്യാം. ഇക്വേഷനാണ് ടാൻ തീറ്റ v²/rg ആണ്. ഓക്കെ, ഇവിടെ വി എന്ന് പറഞ്ഞാൽ എന്താണ്, വെലോസിറ്റിയാണ്. rg എന്ന് പറഞ്ഞത് എന്താണ്, റേഡിയസ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാത്രേ ഉള്ളൂ. v² 25² വന്നു, rg² 250 ഇൻറ്റു എന്താണ്, സോറി ഞാൻ പറഞ്ഞത് മാറി പോയിട്ടോ, rg ഇതിൻ്റെ ആറാണ് അല്ലേ, റേഡിയസ് ആറാണ്. ജി എന്ന് പറഞ്ഞത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ എന്ത് വരും, ആർ എന്ന് പറഞ്ഞത് 250 meter ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 9.8. ഓക്കെ, ഇത് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 0.255 എന്ന് കിട്ടും. ഇത് ടാൻ തീറ്റയാണ്. അപ്പോൾ തീറ്റ കാണാൻ എന്ത് ചെയ്യണം, ടാൻ ഇൻവേഴ്സ് ചെയ്യണം. ടാൻ ഇൻവേഴ്സ് 0.255 എത്ര കിട്ടും, 14.330 എന്ന് വരും. അത്രയും ഡിഗ്രിയാണ് അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ ദ ടേം മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, സ്റ്റേറ്റ് പാരലൽ ആക്സിസ് തിയറം ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. എന്താ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ചോദിക്കുന്നുണ്ട്, അതുപോലെ രണ്ട് തിയറംസും. ഓക്കെ, സിമ്പിളാണ്. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇക്വേഷൻ പഠിച്ചേക്കുക, E=mr². അതായത് ഇപ്പോൾ ഒരു ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബോബ് അതിങ്ങനെ പിന്നെ കയറുമ്പോൾ കെട്ടിയിട്ട് ഇതിങ്ങനെ അറ്റാച്ച് ചെയ്തങ്ങാണ്ട് ഇങ്ങനെ കറക്കുകയാണ്. ഇങ്ങനെ കറക്കുന്ന സമയത്ത് അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ആ ബോബിൻ്റെ മാസ് ഇൻറ്റു അതിൻ്റെ റേഡിയസ്, അതായത് റേഡിയസ് എന്ന് പറയുന്നത് ഫ്രം ദ ആക്സിസ്, ആ ബോബിൽ നിന്ന് ആക്സിസിലേക്കുള്ള ദൂരം. ഓക്കെ, ആ ആറും അതിൻ്റെ സ്ക്വയറും ഗുണിച്ചാൽ കിട്ടുന്നതായിരിക്കും. ഇതാണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആൻഡ് എന്താണ്, റേഡിയസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ്. ഓക്കെ, അതാണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. ഇനി ഇതിന് രണ്ട് തിയറംസ് ആണ്. ഒന്ന് പാരലാക്സ് തിയറം, അതുപോലെ പെർപെൻഡിക്കുലർ തിയറം. പാരലാക്സ് തിയറം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു റിജിഡ് ബോഡി, ഇത് റിജിഡ് ബോഡിയാണ്, അതിനൊരു രണ്ട് ആക്സിസ് വരച്ചിട്ടുണ്ട്. ഇതൊരു ആക്സിസ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം, പാരലാക്സിസ് എന്ന് പറഞ്ഞാൽ രണ്ട് ആക്സിസ് ഉണ്ടാവും മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ ഈ ഒരു ആക്സിസ് വരച്ചിട്ടുണ്ട്, അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമുക്ക് ഐ ആണ്. ഈ ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതിങ്ങനെ റൊട്ടേറ്റുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ബോഡി, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമുക്ക് അറിയില്ല. ഇനി ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവുമല്ലോ ഈ ബോഡിക്ക്, അതിങ്ങനെ താങ്ങി നിർത്തുന്ന മാസ് അല്ലേ, ആ സെൻറ്റർ ഓഫ് മാസ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നൊക്കെ പറയും. അതിൽ കൂടെയുള്ള ആക്സിസ് ആണ് IG എന്ന് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഐയും, അതായത് ഈ ഐ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആക്സിസും IG എന്ന ആക്സിസും തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ലെറ്റർ എ എങ്കിൽ, ഇവിടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ഈ IG എന്ന് പറഞ്ഞ സാധനം പ്ലസ് ഈ വസ്തുവിൻ്റെ അല്ലെങ്കിൽ റിജിഡ് ബോഡിയുടെ മാസ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്നുള്ളത് ഗുണിച്ചതായിരിക്കും. ഓക്കെ, എന്നുവെച്ചാൽ IG പ്ലസ് m ഇൻറ്റു a². ഇത് വിശദമായിട്ട് എഴുതണം കേട്ടോ, ഞാൻ വിശദമായിട്ട് പറഞ്ഞൊന്നുമില്ല, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഫുൾ ഡെഫിനേഷനൊക്കെ ഉണ്ട്. ഇനി അടുത്ത് പെർപെൻഡിക്കുലർ തിയറാണ്. എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഇപ്പോൾ ഇതൊരു റിജിഡ് ബോഡി തന്നെയാണ്. റിജിഡ് ബോഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിജിഡ് ബോഡിയിലെ 3 ആക്സിസ് ആണ്, X, Y, Z. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് Z ആക്സിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ Y ആക്സിസിൻ്റെയും ഈ Z ആക്സിസിൻ്റെയും എന്തായിരിക്കും
പ്രൊഡക്റ്റ് ആയിരിക്കും. സോറി, ഞാൻ പറയുന്നത് തിരുത്തുന്നുണ്ട് കേട്ടോ. അതായത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഈ സെഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ഈ വൈൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ പ്ലസ് എക്സിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആയിരിക്കും. ഓക്കെ, ഇതാണ് പെർപെൻഡിക്കുലർ തിയറം എന്ന് പറയുന്നത്. അത് നന്നായി നോക്കണം കേട്ടോ. ഇനി അടുത്തത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റമാണ്. അത് കൊളീഷൻ ഓഫ് ടു മാസസ് ആണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ നന്നായിട്ടത് പഠിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഈ ഫിഗർ വരച്ച് പഠിക്കണം. ഈ ഫിഗേഴ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ സ്റ്റെപ്പുകൾ അതിലുള്ളൂ. ഇതിന് കൺക്ലൂഷൻ എത്രേ ഉള്ളൂ, ടോട്ടൽ മൊമെൻറ്റം എന്തായിരിക്കും, ടോട്ടൽ മൊമെൻറ്റം എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആയിരിക്കും. നമ്മുടെ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷനും ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷനും എന്തായിരിക്കും, ഈക്വലാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അത് വിശദമായി പറഞ്ഞു പോകുന്നില്ല. നിങ്ങൾ ഓരോ ഇക്വേഷൻ നോക്കിയിട്ട് അത് മനസ്സിലാക്കുക. നമ്മൾ ഒരുപാട് പറഞ്ഞുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാത്തത്. ഓക്കെ, ഇനി അടുത്തത് സ്റ്റേറ്റ് ബെർണോളിസ് തിയറം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ആൻ അറ്റോമൈസർ വിത്ത് ഹെൽപ്പ് ഓഫ് സ്കീമാറ്റിക് ഡയഗ്രാം. അത് അറ്റോമൈസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ കീടനാശിനി തെളിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമായിട്ട് കാണാം അല്ലേ. അതായത് ഈ ഒരു ഷേപ്പാണ് ഉണ്ടാവുക. അതിൽ ഇവിടെ നമ്മൾ പിന്നെ ലിക്വിഡ് നിറക്കും, ഇതൊരു പമ്പായിരിക്കും, ഇതിലേക്ക് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ കൂടെ കീടനാശിനി പുറത്തേക്ക് വരും. ഈ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഇതൊരു രണ്ടാമത്തെ സംഭവമാണ്. ഫസ്റ്റ് സ്റ്റേറ്റ് ചെയ്യാൻ ബെർണോളിസ് തിയറം, രണ്ടാമത്തേതാണ് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ അപ്ലിക്കേഷൻ ആട്ടോ, ബെർണോളിസിൻ്റെ അപ്ലിക്കേഷനാണ്. നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പറയാം. ബെർണോളിസ് തിയറം പറഞ്ഞ ഇത്രേ ഉള്ളൂ. അതായത് ഒരു ട്യൂബ്, ഒരു പൈപ്പ്. ഓക്കെ, ആ പൈപ്പിലൂടെ വെള്ളം അങ്ങനെ ഒഴുകുന്നുണ്ട്. അത് സ്ട്രീം ലൈൻ ഫ്ലോ ആണ്. എന്ന് വെച്ചാൽ എന്താണ്, ഇളക്കങ്ങളൊന്നുമില്ല, അതങ്ങനെ കൃത്യമായിട്ട് ലെയറുകളായിട്ട് അങ്ങനെ വെള്ളം ഒഴുകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജിയും അവിടെയുള്ള പ്രഷർ എനർജിയും അവരുടെ കൈനറ്റിക് എനർജിയും എന്തായിരിക്കും, കൂട്ടിയാൽ കിട്ടുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂക്കാരം. അത്രേ ഉള്ളൂ ബെർണോളിസ് തിയറം പറഞ്ഞത്. അതെങ്ങനെ ഇക്വേഷനൊക്കെ എഴുതാം. പൊട്ടൻഷ്യൽ എനർജിയാണ് mgh, പ്രഷർ എനർജി പറഞ്ഞാൽ P/V PV, കൈനറ്റിക് എനർജി പറഞ്ഞാൽ ½ ഇതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂക്കാരം. ഓക്കെ, ഇതിൻ്റെ ചെറിയൊരു പ്രൂഫായിട്ട് ഞങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ജസ്റ്റ് നോക്കാം. ഇത്രേ ഉള്ളൂ സംഭവം. ഇതിൻ്റെ അപ്ലിക്കേഷനായി നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് വർക്കിംഗ് ഓഫ് ആൻ അറ്റോമൈസർ. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഈ ട്യൂബിലേക്ക് ഞാൻ ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്, ചില പ്രഷർ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഇവിടെയുള്ള എയർ നല്ല വെലോസിറ്റിയിൽ ഉള്ളിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ പ്രഷർ കുറയും. ഓക്കെ, ഇനി ഈ താഴെയുള്ള ഈ ഒരു കണ്ടെയ്നറിൽ പ്രഷർ കൂടുതലായിരിക്കാം. കാരണം അവിടെ അതൊരു ഓപ്പൺ ആയിരിക്കുന്നതുകൊണ്ട് ഇതിനെ ഒരു അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രഷർ കൂടുകയും ഇവിടെ പ്രഷർ കുറയുകയും ചെയ്താൽ ഈ പ്രഷർ കൂടിയെന്ന് കുറഞ്ഞേക്ക് തള്ളിച്ചുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ ഒരു ലിക്വിഡ് ഉള്ളിലേക്കാണ് തെറിക്കും, ഈ ഒരു ഫോഴ്സിൽ ഇത് പുറത്തേക്ക് വരും. അതാണ് സംഭവം. സിമ്പിളായി പറഞ്ഞാൽ നോട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, ജസ്റ്റ് ആ നോട്ട് നിങ്ങൾ നോക്കാം. ഓക്കെ, ഇതാണ് ബെർണോളിസ് തിയറം, അതുപോലെ അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത്, ഓക്കെ, ഇനി പറയാൻ പോകുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മൂന്നെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്. അപ്പോൾ ഇത് എവിടെ വരുന്നതാണ്, സ്ട്രെസ്സും സ്ട്രെയിനും പറഞ്ഞ ഭാഗത്ത് വരുന്നതാണ്. ഇത് ചിലപ്പോൾ 1 മാർക്കിനും 3 മാർക്കിനും എസ്സേയിലൊക്കെ ചോദിക്കാവുന്ന സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിൽ റിലേഷനാണ് ഈ മൂന്നും. ഇപ്പോൾ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ സംഭവത്തിലുള്ളൂ ലീനിയർ സ്ട്രെസ് ടു ലീനിയർ സ്ട്രെയിൻ. അതായത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ തന്നെയാണ് ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് എന്ന് y എന്ന് പറയാം. y = ലീനിയർ സ്ട്രെസ് എന്ന് കണ്ടാൽ അപ്പം നിങ്ങൾ എഴുതേണ്ട ഇക്വേഷൻ F/A എന്നാണ്. F/A ഡിവൈഡ് ബൈ ലീനിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിലുണ്ടാകുന്ന സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ L ഡിവൈഡ് ബൈ L. ഇതെങ്ങനെ വരുന്നത് നമുക്കറിയാം, നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കയറിൽ നമ്മളൊരു കല്ല് കെട്ടിയാൽ ആ കല്ല് വലിയും അല്ലേ, ആ വലിഞ്ഞാണ് ഈ കാണിക്കുന്നത് രണ്ടാമത്തെ ഫിഗറുള്ളത്. അതിന് ഒറിജിനൽ ഈ കയറിൻ്റെ ലെങ്ത്ത് L ആണ്, ക്യാപിറ്റൽ L ആണെങ്കിൽ ഇതിൻ്റെ ചേഞ്ച് ചെയ്ത ലെങ്ത്ത് എന്ന് പറഞ്ഞത് സ്മോൾ ലെറ്റർ L ആണെങ്കിൽ ഈ L ഡിവൈഡ് ബൈ ഈ L ആയിരിക്കും അവിടെയുള്ള സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതാണ് എഴുതിക്കണത് L/L. ലെങ്ത്തിലുണ്ടാകുന്ന ചേഞ്ചാണ് ഇവിടെ നമ്മൾ മെഷർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം, F/A. ഈ L/A എന്നുള്ളത് ഇതിൻ്റെ മേലേക്ക് പോകുമ്പോൾ റെസിപ്രോക്കൽ വരും. എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ L മേലും സ്മോൾ ലെറ്റർ L താഴെയും വരും. അതുകൊണ്ട് നമ്മൾ FL ഡിവൈഡ് ബൈ എന്ത് വന്നത്, FL ഡിവൈഡ് ബൈ A എന്ന് വന്നത്. ഓക്കെ, FA അങ്ങനെ FL/A എന്ന് വന്നത്. ഓക്കെ, ഇത് ചെറിയ തിരുത്തുന്നു കേട്ടോ, മാറ്റണേ. ഇത് സ്മോൾ ലെറ്റർ L ആണ് കേട്ടോ, സ്മോൾ ലെറ്റർ L ആണ്, മനസ്സിലാവും നിങ്ങൾക്ക്. ഓക്കെ,
അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഓരോന്ന് കൊടുത്തിട്ടുണ്ട്, എന്താണ് എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, എ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്, എ എന്ന് പറഞ്ഞാൽ ഇലോങ്ങേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ചേഞ്ച് ഇൻ ലെങ്ത്ത്. ഓക്കെ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ലെങ്ത്ത്. ഇതാണ് യങ്സ് മോഡുലസ്. ഇനി ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരൊറ്റ ചേഞ്ച് മാത്രമേ ഉള്ളൂ, ലെങ്ത്തിന് വരും വോളിയം ആവുമെന്ന് മാത്രം. എന്ന് പറഞ്ഞാൽ കെ എന്ന് സൂചിപ്പിക്കുക. ഓക്കെ, വോളിയം സ്ട്രെസ് ടു വോളിയം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ കെ ഈക്വൽ ടു സ്ട്രെസ്സിന് മാറ്റമൊന്നുമില്ല, എഫ് ബൈ എ തന്നെയാണ്, ഡിവൈഡ് ബൈ ഇവിടെ നേരത്തെ അവിടെ എല്ലിന് പകരം എന്ത് വരും, വി വരും അല്ലേ. ഓക്കെ, വി ബൈ വി എന്ന് വരും. ഇത് ചെയ്യുമ്പോൾ എന്താ വരിക, എഫ് ബൈ എ ഇൻറ്റു വലിയ വി മേലേക്ക് വരും, ചെറിയ വി താഴത്തേക്കും വരും, അങ്ങനെ വരും. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ എഫ് ബൈ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, പ്രഷറല്ലേ, ഫോഴ്സ് ബൈ ഏരിയ തന്നെ പ്രഷറല്ലേ. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കാം, എനിക്ക് പ്രഷർ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എഫ് ബൈ എക്ക് വരാൻ പ്രഷർ കൊടുത്തു ഇൻറ്റു വി ബൈ വി എന്ന് എഴുതി. ഇനി പ്രഷറും വോളിയം നമ്മുടെ റിലേഷൻ എന്താ, പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയല്ലേ ചെയ്യാം അല്ലേ. നമുക്കറിയാമല്ലോ, നമ്മളൊരു സാധനത്തിൽ നല്ല പ്രഷർ കൊടുത്താൽ അത് ചുരുങ്ങൂലേ, എന്ന് വെച്ചാൽ വോളിയം കുറയൂലേ അല്ലേ. അപ്പോൾ പ്രഷറും വോളിയം നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനല്ല, പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയാണ്, അപ്പോൾ അവിടെ മൈനസ് സൈൻ വരും. അപ്പോൾ ഇതിൽ എന്തുണ്ട്, ഒരു മൈനസ് സൈനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് ചേഞ്ച് ഉള്ളത്, ഇവിടെ ഒരു മൈനസ് സൈനും കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ കെ ഈക്വൽ മൈനസ് പി വി ബൈ വി എന്ന് വരും. ഞാൻ നോട്ട് അയക്കുമ്പോൾ അതൊക്കെ ഞാൻ കറക്റ്റ് ചെയ്തിട്ട് അയച്ചത് കേട്ടോ, ജസ്റ്റ് ഈ വീഡിയോ കണ്ടാൽ മതി. ഇപ്പോൾ ഇനി അടുത്ത് റിജിഡിറ്റി മോഡുലസ് ആണ്. റിജിഡിറ്റി മോഡുലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് തീറ്റ എന്ന എക്സ്പ്രഷനാണ് വരിക. തീറ്റ ഈറ്റ. റിജിഡിറ്റി മോഡുലസ് എന്ന് പറഞ്ഞാൽ ഈറ്റയാണ് വരിക. ഈറ്റയാണ് റിജിഡിറ്റി മോഡുലസിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. പിന്നെ ഈറ്റയ്ക്ക് വേറെ ഉണ്ട് കേട്ടോ, കോയിഫിഷ്യൻ ഓഫ് വിസ്കോസിറ്റിക്ക് നമ്മൾ ഈറ്റ എന്ന് പറയുന്നത്. ഞങ്ങളോട് മാറിപ്പോരുത്, കൺഫ്യൂഷൻ നിങ്ങൾ റിജിഡിറ്റി മോഡുലസ് മാത്രം എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എന്താകുമ്പോൾ ഷിയറിംഗ് സ്ട്രെസ് ടു ഷിയറിംഗ് സ്ട്രെയിൻ അന്ന് ഷേപ്പിൽ ഉണ്ടാകുന്ന മാറ്റം. ഓക്കെ, അപ്പോൾ ഈറ്റ ഈക്വൽ ഇക്വേഷൻ ആണ്, സ്ട്രെസ് ബൈ സ്ട്രെയിൻ തന്നെയാണ് ഇക്വേഷൻ. സ്ട്രെസ് പറഞ്ഞാൽ എഫ് ബൈ എ, സ്ട്രെയിൻ ഇവിടെ തീറ്റയാണ്, ആംഗിളിലാണ് മാറ്റം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എഫ് ബൈ എ ബൈ തീറ്റ എന്നുള്ളത് എന്ത് എഴുതാം, എഫ് ബൈ എ തീറ്റ എന്ന് എഴുതും. ഇത് എങ്ങനെയാണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഫ്ലോറിൽ നമ്മളൊരു സാധനം ഫിക്സ് ചെയ്ത് വെക്കുന്നു, ഇവിടുന്ന് ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇതിനൊരു ഇലോങ്ങേഷൻ സംഭവിക്കുന്നു, ഒരു ആംഗിൾ മാറുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോലെ സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഫിഗറൊക്കെ വരയ്ക്കണം നല്ലതാണ്. എസ് എ ചോദിച്ചാൽ ഫിഗറും ഇതൊക്കെ ഉണ്ടാവണം കേട്ടോ, അങ്ങനെ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് റിജിഡിറ്റി മോഡുലസ് എന്ന് പറഞ്ഞാൽ. ഇത് പഠിക്കാൻ എളുപ്പമാണ്, സ്ട്രെസ്സൊക്കെ സെയിം ആണ്, സ്ട്രെയിനിൽ മാത്രം മാറ്റം വരിക. യങ്സ് മോഡുലസ് ആകുമ്പോൾ മൈനസ് എൽ ബൈ എൽ, ബൾക്ക് മോഡുലസ് ആകുമ്പോൾ മൈനസ് പിന്നെ വി, ചെറിയ വി ബൈ വി. അതായത് യങ്സ് മോഡുലസ് ആകുമ്പോൾ ചെറിയ എൽ ബൈ വലിയ എൽ, ബൾക്ക് മോഡുലസ് ആകുമ്പോൾ ചെറിയ വി ബൈ വലിയ വി. റിജിഡിറ്റി മോഡുലസ് ആകുമ്പോൾ എന്താണ്, അതിൽ തീറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കമ്പയർ ചെയ്ത് പഠിക്കാം. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ്, ഡിഫൈൻ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ആംഗുലർ വെലോസിറ്റി. റൈറ്റ് ദ ഇക്വേഷൻ ആൻഡ് യൂണിറ്റ് ബോത്ത് ക്വാണ്ടിറ്റീസ്, ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി. സംഭവം വളരെ സിമ്പിൾ പരിപാടിയാണ്. അതായത് ഫസ്റ്റ് ചോദിച്ചാൽ എന്താ വെച്ചാൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റും ആംഗുലർ വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ എന്താണ്, അല്ലെങ്കിൽ അതെന്താ ഡിഫൈൻ ചെയ്യാൻ, രണ്ടും എന്താണെന്ന് എഴുതണം. അടുത്തത് രണ്ടിൻ്റെയും പിന്നെ എന്ത് എഴുതണം, ഇക്വേഷൻ എഴുതണം എന്നുള്ളതാണ്, അതിൻ്റെ യൂണിറ്റ് എഴുതണം. അടുത്ത പാർട്ട് ഇത് ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എഴുതണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ടിലേക്ക് പോകാം. ഫസ്റ്റ് എന്താണ്, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ആംഗുലർ വെലോസിറ്റിയാണ്. നമ്മൾ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് സൂചിപ്പിക്കുന്ന ലെറ്റർ അതിൽ ഡിനോട്ട് ചെയ്യുന്നത് തീറ്റയാണ്. ഓക്കെ, അതാദ്യം പഠിക്കുക, തീറ്റയാണ്. അതാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, തീറ്റയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ തീറ്റ ഈക്വൽ ടു എസ് ബൈ ആർ ആണ്. എന്ന് വെച്ചാൽ എസ് എന്ന് പറഞ്ഞാൽ ആർക്ക്, ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ്. ഓക്കെ, ആംഗുലർ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒമേഗ, നമ്മൾ ഒമേഗ എന്ന് പറയാം, ഒമേഗ ഈക്വൽ തീറ്റ ബൈ ടി ആണ്. ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, ടി എന്ന് പറഞ്ഞാൽ സമയമാണ്, ടൈമാണ്. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റാഡ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, തീറ്റയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞത് എന്താണ്, റേഡിയനാണ്. ഓക്കെ, പറയാൻ വിട്ടുപോയതാണ്, റേഡിയനാണ്. അപ്പോൾ ഇതാണ് അതിൽ ഫസ്റ്റ് പാർട്ട്. ഇനി ഫിഗർ വരച്ച് കാണിക്കണം കേട്ടോ. ഒരു സർക്കിൾ വരയ്ക്കുക, രണ്ട് റേഡിയസ് വരയ്ക്കുക, ഒരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, ഇത് വരച്ചേക്കുന്നത് നല്ലതാണ്. ഇനി അടുത്തത് നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ എന്താണ്, റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി ആണ്. അപ്പോൾ അതെങ്ങനെയാണ്, നമുക്ക് ഒമേഗ ആണ് ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ, വി എന്നാൽ ലീനിയർ വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒമേഗൻ്റെ എഴുതുക. ഒമേഗ എന്ന് പറഞ്ഞാൽ തീറ്റ ബൈ ടി ആണ്. ഓക്കെ, വി എന്ന് പറഞ്ഞാൽ വെറും വെലോസിറ്റി പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്, എസ് ബൈ ടി ആണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷനിൽ നമ്മൾ കുറച്ച് മുന്നേ എഴുതിയിട്ടുണ്ട് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എന്താണ്, തീറ്റ ഈക്വൽ ടു എസ് ബൈ ആർ ആണ്. അത് നമുക്ക് എസ് ഈക്വൽ എന്ത് എഴുതാം, ആർ തീറ്റ എന്ന് എഴുതി കൂടെ അല്ലേ. അതെങ്ങനെ വന്നു എന്നൊക്കെ അറിയാം. എന്താണ് അതിന് വരിക, ഇതാ എസ് ബൈ ആർ ഈക്വൽ ടു തീറ്റയാണ്. നമുക്ക് എന്താ കാണേണ്ടത്, ഈ എസ് ആ കാണേണ്ടത്. എസ് ആണ് എസ് ആർ നിർത്തുക, തീറ്റ ഇവിടെ ഉണ്ട്, ആർ ഇവിടെ ഹരിക്കലാണ്, ഇവിടെ എന്തെങ്കിലും ഗുണിക്കൽ വരും. അതാണ് ഈ എഴുതിയുള്ളത്, ആർ തീറ്റ. ഇനി ഇതിന് നമുക്ക് എസ് ഈക്വൽ ആർ തീറ്റ കിട്ടി.
ഇനി നമുക്കറിയാം, നമ്മൾ കുറച്ച് മുന്നേ എഴുതിയിട്ടുണ്ട് ലീനിയർ വെലോസിറ്റി ഇക്വേഷൻ എന്താണ്? വി ഈക്വൽ എസ് ബൈ ടി ആണ്. ഈ എസ്സിന് പകരം നമ്മൾ ഈ എസ് കൊടുക്കുക, ഈ ആർ തീറ്റ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വി ഈക്വൽ ടു ആർ തീറ്റ ബൈ ടി വരും. അത് പിരിച്ചെഴുതുമ്പോൾ ആർ ബൈ ടി ഇൻറ്റു തീറ്റ എഴുതി കൂടെ അല്ലേ? ഈ തീറ്റ ബൈ ടി ആണ് എന്താണ് നമുക്കറിയാം, ഇവിടെ ഒന്നുണ്ട് ഒമേഗ ആണ്. അപ്പോൾ എന്ത് എഴുതാം? വി ഈക്വൽ ടു ആർ ഇൻറ്റു ഒമേഗ എന്ന് എഴുതാം. ഓക്കെ, ആർ ഇൻറ്റു ഒമേഗ എന്ന് എഴുതാം. അതാണ് നമ്മുടെ റിലേഷൻ എന്ന് പറഞ്ഞത്. എന്താണ് റിലേഷൻ ബിറ്റ്വീൻ ആംഗുലർ വെലോസിറ്റി ആൻഡ് ലീനിയർ വെലോസിറ്റി. ഓക്കെ, ഇതാണ് അതിൽ പറയാനുള്ളത്. ഇത്രയും ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എക്സാമിന് പലപ്പോഴായി ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഈ ലാസ്റ്റ് ഭാഗത്ത് പറയുന്നത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. ജസ്റ്റ് നിങ്ങൾ ടേബിൾ ഒന്ന് വായിക്കുക, ഏതെങ്കിലും ഒരു 3-4 പോയിന്റ് പഠിച്ചു വെക്കുക. ഓക്കെ, അതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ജസ്റ്റ് വായിച്ച് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാൻ നോക്കുക. ഡീപ്പായി എടുത്ത് പോകുന്നില്ല, അങ്ങനെ വലിയ ഇമ്പോർട്ടൻ്റ് അത് പറയാൻ പറ്റുന്നില്ല. നമുക്ക് 3 മാർക്കിന് ചോദിച്ചാൽ 3 പോയിന്റ് പഠിച്ചു വെക്കുക, അതിന് 3 പോയിന്റ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇത് എസ് എ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ടേ ഇത്ര എഴുതിയേക്കുക എന്നുള്ളത് ഷോർട്ടാക്കി പറഞ്ഞാണ്. കുറച്ചും കൂടെ ഫിഗറൊക്കെ വരച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്നതൊക്കെ നല്ല കേട്ടോ, 7 മാർക്കല്ലേ കേട്ടോ. അപ്പോൾ അതാണ് അവർ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.